നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ പ്ലസ് ടുവിന്റെ കേരള റിസൾട്ടുകൾ വന്നിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഡെക്സ് മാർക്കുകൾ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇൻഡെക്സ് മാർക്കുകൾ നമ്മളായിട്ട് തന്നെ സെൽഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾ മാർക്കുകൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് ആ ഒരു സിസ്റ്റത്തിൽ നിന്നും ആ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് അതിൻ്റെ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഇൻഡെക്സ് മാർക്കുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ LBS നോക്കിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ 300 മാർക്കിലാണ് ഇൻഡെക്സ് മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ പെർസെൻറ്റേജ് ഓരോ സബ്ജക്റ്റിൻ്റെയും പെർസെൻറ്റേജ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ BSc നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകളിലെല്ലാം തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെ 3 സബ്ജക്റ്റുകളുടെ മാർക്ക് അടിസ്ഥാനമാക്കിയാണ് ഇൻഡെക്സ് മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്യുക. CBSE ICSE സ്റ്റുഡൻസിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ അവരുടെ ഓരോ സബ്ജക്റ്റുകളും 100 മാർക്കിൽ തന്നെയാണ് ലഭിക്കുക. അപ്പോൾ 300-ൽ ഒരു ടോട്ടൽ മാർക്കിലാണ് നമുക്ക് ഈ 3 സബ്ജക്റ്റുകൾ നമുക്ക് ഉണ്ടാവുക. ആ ഒരു മാർക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് മാർക്കായിട്ട് പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ സ്റ്റേറ്റ് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ 300 മാർക്കിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. കാരണം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പ്ലസ് ടുവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 120-ലാണ് ഓരോ സബ്ജക്റ്റുകളും ഉണ്ടാവുക. അങ്ങനെ ടോട്ടൽ 360-ലാണ് മാർക്കുകൾ വരിക. അപ്പോൾ ആ 360-ൽ വരുന്ന മാർക്കുകളെ 300-ലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഫിസിക്സിൽ 120 മാർക്കിൽ 110 മാർക്കാണ് ലഭിച്ചെങ്കിൽ 110 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 100-ലൊരു മാർക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ ഓരോ സബ്ജക്റ്റുകളും കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 300-ലൊരു മാർക്ക് ലഭിക്കുന്നതുമായിരിക്കും. അപ്പം ആ ഒരു മാർക്കായിരിക്കും ഇൻഡെക്സ് മാർക്കായിരിക്കും പരിഗണിക്കപ്പെടുക. അതേസമയം PNC, MAC, AIMS, NCK-ലൊക്കെ ആണെങ്കിലും പല രീതിയിലായിരിക്കും ഓരോ വർഷവും ഇൻഡെക്സ് മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ ഞാൻ ഈ പറയുന്നത് പോലെ ഒരു നോർമലൈസ് ചെയ്ത് ഒരേ മാർക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ LBS-ലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനിലും ഒക്കെ തന്നെ ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും പെർസെൻറ്റേജ് കണക്കാക്കിയായിരിക്കും നമുക്ക് ഈ ഇൻഡെക്സ് മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുക. ഒരു വ്യത്യാസമുള്ളത് PNC, MAC-ൽ CBSE ICSE സ്റ്റുഡൻസിന് 10% ബോണസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു കുട്ടികൾക്ക് ഈ പറഞ്ഞ ഇൻഡെക്സ് മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് സാധാരണ ഒരു സ്റ്റേറ്റ് സിലബസിൽ കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയോടൊപ്പം തന്നെ ഇംഗ്ലീഷ് മാർക്കുകളും കൂടെ PNC, MAC-ൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 460-ലാണ് നമുക്ക് മാർക്കുകൾ ഉണ്ടാവുക. അപ്പോൾ 460-ൽ എത്ര മാർക്കാണോ ലഭിച്ചിരിക്കുന്നത് ആ ഒരു മാർക്കുകൾ തന്നെയായിരിക്കും ഡയറക്റ്റ് ആയിട്ട് ഇൻഡെക്സ് മാർക്കുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പരിഗണിക്കപ്പെടുക. കഴിഞ്ഞ വർഷങ്ങളിൽ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിൽ 100 മാർക്കും ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്ക് 120 മാർക്കിലുമാണ് പ്ലസ് ടുവിൽ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു മാർക്കുകളായിരിക്കും റാങ്ക് ലിസ്റ്റിന് വേണ്ടി പരിഗണിക്കപ്പെടുക. അതേസമയം CBSE സ്റ്റുഡൻസിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഈ പറയുന്ന എല്ലാം തന്നെ 100 മാർക്കിലാണ് ഈ 4 സബ്ജക്റ്റുകളും വരുന്നത്. അതുകൊണ്ട് തന്നെ 400 മാർക്കിലായിരിക്കും നമുക്കൊരു സബ്ജക്റ്റിന്റെ ടോട്ടൽ ലഭിക്കുക. ഈ 4 സബ്ജക്റ്റുകൾ ടോട്ടൽ നോക്കുമ്പോൾ 400 മാർക്കിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 400-നെ 460 കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 400-ലെ കുട്ടികൾക്ക് എത്ര മാർക്കുകൾ ലഭിച്ചിട്ടുണ്ടോ അതിന്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. ഉദാഹരണമായിട്ട് ഒരു 90% പെർസെൻറ്റേജ് നമുക്ക് വന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ 10% ബോണസും കൂടെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതായത് 90 പ്ലസ് 9%, അങ്ങനെ 99% വരുന്നു. 99% എന്ന് ഉദ്ദേശിക്കുന്നത് 99 ഡിവൈഡഡ് ബൈ 100 എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ 460-ലേക്കാണ് ആക്കേണ്ടതെങ്കിൽ 460-ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഗുണിക്കുക. അപ്പോൾ നമുക്ക് 460-ൽ ഒരു മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അതായിരിക്കും CBSE ICSE സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ ഇൻഡെക്സ് മാർക്കുകൾ. കാരണം അവരുടെ ഒരു കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബോണസ് മാർക്കുകൾ ആഡ് ചെയ്തിട്ടായിരിക്കും അവരുടെ ഇൻഡെക്സ് മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളിപ്പോൾ പ്ലസ് 2 മാർക്കിന്റെ റിസൾട്ട് വന്നതിന് ശേഷം അതിൻ്റെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക. നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കുകൾ എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഇൻഡെക്സ് മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ നമുക്ക് പ്ലസ് 2 റിസൾട്ടിന്റെ മാത്രം വെച്ച് നമുക്കിപ്പോൾ ഒരു ക്ലാരിറ്റി ലഭിക്കുകയില്ല. കഴിഞ്ഞ വർഷം ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം 2023-ലെ പ്ലസ് 2 റിസൾട്ടിനേക്കാളും കുറച്ച് താഴെയായിരുന്നു റിസൾട്ടുകൾ വന്നതെങ്കിലും റാങ്കിങ് കിട്ടുന്ന സമയത്ത് LBS-ൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായിരുന്നു. കാരണം നല്ല മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ BSc നഴ്സിംഗിനും പാരാമെഡിക്കൽ കോളേജുകളിലൊക്കെ മികച്ച കോളേജുകളിലേക്കൊക്കെ അഡ്മിഷൻസ് ലഭിച്ചിരുന്നത്. അപ്പോൾ നഴ്സിംഗിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 95%-ഓളമായിരിക്കും കട്ട് ഓഫ് മാർക്കായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് റാങ്ക് ലിസ്റ്റുകൾ LBS-ന്റെ റാങ്ക് ലിസ്റ്റുകളൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ കുറച്ചും കൂടെ വ്യക്തത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും നമുക്ക് പ്ലസ് 2 റിസൾട്ടിന്റെ ട്രെൻഡ് മനസ്സിലാക്കി നമുക്ക് ഒരു തീരുമാനം എടുക്കാവുന്നതാണ്. കാരണം BSc നഴ്സിംഗ് കോഴ്സുകൾക്കാണ്
മെഡിക്കൽ മേഖലയിലേക്ക് വരുന്ന കുട്ടികളെല്ലാം തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി നൽകി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ BSc നഴ്സിംഗിന് നല്ല രീതിയിലുള്ള ഡിമാൻഡ് ഈ വർഷവും ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തിനായാലും വരുന്ന ദിവസങ്ങൾ കൂടുതൽ അനാലിസിസ് കാര്യങ്ങൾ നടത്തി കഴിഞ്ഞാൽ മാത്രമാണ് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ലഭിക്കുക. അപ്പോൾ വരുന്ന ദിവസങ്ങൾ കൂടുതൽ അപ്ഡേറ്റുകൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി കാണാം. നന്ദി.